വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അമൃതസ്വരൂപികളായ ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനഃശുദ്ധി എന്ന അമൂല്യഫലം. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമനസക്തഃ സവിശിഷ്യതേ. പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ ഈശ്വരാർപ്പിതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാരാണോ അവർ അത്യുത്തമനാകുന്നു. പ്രിയരെ, തിരയൊടുങ്ങാത്ത കടല് പോലെ തന്നെയാണ് മനുഷ്യ മനസ്സ്. നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും ചിന്തകളും ആഗ്രഹങ്ങളും പൊന്തിവരുന്നു. ഒന്നൊടുങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തത്, ഒന്നിനോടൊന്ന് ബന്ധിച്ച് അതിങ്ങനെ അനസ്യൂതം തുടരുന്നു. ആത്മസംയമനം നേടാൻ ആഗ്രഹിക്കുന്നവർ മനോനിയന്ത്രണം ശീലമാക്കിയേ തീരും. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രവൃത്തി തന്നെ മനസ്സുകൊണ്ട് ചെയ്യുന്നത് അയാൾക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ലോകഭയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. രണ്ടുപേർ ഗംഗയിൽ സ്നാനത്തിന് പോയി. അതിലൊരാൾ പറയുന്നു, ആളുകൾ ഗംഗാ ഗംഗ എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്താണുള്ളത്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളം, അല്ലാതെ എന്താ? മറ്റേയാൾ പറയുന്നു, ഇത് വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ശങ്കരന്റെ ജടാകൂടത്തിൽ വസിച്ചു, ഇതിന്റെ തീരത്തിൽ അനേകായിരം മഹർഷിമാരും തപസ് ചെയ്തു, അങ്ങനെ പവിത്രമായ ഗംഗാ മാതാവാണിത്. രണ്ടുപേരും ഗംഗയിൽ കുളിച്ചു. ദേഹശുദ്ധി എന്ന ഫലം രണ്ടാൾക്കും കിട്ടുകയും ചെയ്തു. എന്നാൽ ആ ഭക്തന് ദേഹശുദ്ധിയോടൊപ്പം ചിത്തശുദ്ധിയാകുന്ന ഫലവും കൂടി കിട്ടി. ഗംഗയിൽ കുളിച്ചാൽ ഏതു ജന്തുവിന്റെ ശരീരത്തിലെ മാലിന്യവും പോകും. പക്ഷേ മനസ്സിലെ മാലിന്യം തീരുമോ? ഒരുവന് ദേഹശുദ്ധിയാകുന്ന തുച്ഛഫലം കിട്ടി, മറ്റേയാളിന് മനഃശുദ്ധി എന്ന അമൂല്യ ഫലവും കിട്ടി. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.